എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ അപ്പാപ്പൻ ജെറിലാണെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഷോക്കാവും. ഓ നോ, ദ്രോഹി ആൻഡ് ബ്രോഹി അവർ രണ്ടുപേരും ഇപ്പൊ ബാത്റൂമിലാണോ? ആവശ്യ സമയത്ത് ഇവരെ രണ്ടുപേരെയും പൊടിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. എന്തായാലും നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ ഐലാൻഡ് ഇപ്പോൾ വലിയ അപകടത്തിലാണ്. എത്രയും വേഗം നമ്മൾ തന്നെ കളത്തിലിറങ്ങി ഇത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ജെറുൾ അപ്പാപ്പനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സിനെ കൂട്ടി അങ്ങനെ യുദ്ധത്തിനായിട്ട് കടന്നു പോകും. അല്പസമയം കഴിഞ്ഞ് ഉസോപ്പാണെങ്കിൽ ആടിക്കൊഴിഞ്ഞ് എഴുന്നേൽക്കും. ഞങ്ങൾ ഒറ്റയ്ക്കിട്ട് പോകരുത്, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരു വീരനായകനാണ് ഞാനെന്ന് പറയും. ബ്രൂക്കാണെങ്കിൽ അവനെ നോക്കി ചിരിക്കും. അവരിവിടുന്ന് പോയിട്ട് മണിക്കൂറുകളായെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ഉസോപ്പാണെങ്കിൽ ചമ്മി ഐസാവും. നാമിയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് പറയും, ഇപ്പൊ നമ്മൾ തമാശ പറയേണ്ട സമയമല്ല, നമ്മളെ കൊണ്ട് പറ്റും പോലെ എന്തായാലും നമ്മൾ ഇവരെ സഹായിക്കണം. അത് കേട്ട് ജിംബൈ പറയും, കുറച്ച് ഹ്യൂമൻ ഇൻക്ലൂഡേഴ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അവര് നിസ്സാരക്കാരായിരിക്കില്ല, എന്തായാലും നമ്മളത് ഇവർക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയും. ഉടനെ ഉസോപ്പാണെങ്കിൽ വിളിച്ചു പറയും, ഇല്ല, എന്നെ കൊണ്ടിത് പറ്റില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. കാരണം ഞാനാണ് ദ റിയൽ വാരിയർ. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഉറപ്പായാലും നമുക്ക് ആ വില്ലന്മാരെ പിടിക്കാൻ പറ്റുമെന്ന് പറയും. ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെപ്പോലെ തന്നെ മനുഷ്യർ ഇവിടേക്ക് വന്നിട്ടുണ്ട്, ഹ്യൂമൻ ഇൻക്ലൂഡേഴ്സ്. അവരെ വേണം നമ്മൾ പിടിക്കാൻ. അത് കേട്ട് ഇപ്പൊ ബ്രൂക്കും ജിംബയും നാമിയും തലയ്ക്ക് കൈ കൊടുക്കുകയാണ്. ഓ നോ, യു ആർ അൺബിലീവബിൾ. ഞങ്ങളും അത് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഉസോപ്പിനോട് ദേഷ്യപ്പെടും. നാമിയാണെങ്കിൽ തീർത്ത് പറയും, നമ്മൾ ഈ ഒരു ഐലാൻഡ് മുഴുവൻ അന്വേഷിക്കുകയാണെങ്കിൽ ഉറപ്പായാലും നമുക്ക് ആ ഇൻക്ലൂഡേഴ്സിനെ കണ്ടെത്താനായിട്ട് കഴിയും. അത് ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന വലിയൊരു ഹെൽപ്പ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഐലാൻഡ് അത് വളരെ വലുതാണ്, അത് മുഴുവൻ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണെന്ന് പറയും. അപ്പോഴായിരിക്കും നമ്മുടെ ഉസോപ്പ് അവനാണെങ്കിൽ ബുദ്ധിപരമായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കുക. അവനാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ജയൻസുകളുടെ ഒരു കപ്പൽ കാണിച്ചു കൊടുക്കും. എന്തുകൊണ്ട് നമുക്ക് ഈ കപ്പൽ ഉപയോഗിച്ചുകൂടാ? ഈ കപ്പലിൽ നമുക്ക് ഈ ഐലാൻഡ് മുഴുവൻ കറങ്ങി ആ വില്ലന്മാരെ കണ്ടെത്താം. പക്ഷേ അത് ആ ജയൻസുകളുടെ കപ്പലാണ്. അതെങ്ങനെയാണ് ഫ്ലൈ ചെയ്യിക്കുന്നതെന്നും റൈഡ് ചെയ്യുന്നതെന്നും നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. ആരോട് അതിനുവേണ്ടി നമ്മൾ സഹായം ചോദിക്കും എന്നവരങ്ങനെ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കുമ്പോഴായിരിക്കും അവരുടെ തൊട്ടടുത്തായിട്ട് ആ കോളൻ പയ്യനെ കാണിക്കുക. അവനാണെങ്കിൽ ഒരുപാട് സ്വാഡുകളൊക്കെ പിടിച്ചു വലിച്ച് ഉറപ്പായാലും ഞാൻ എൻ്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കും. എൻ്റെ അച്ഛൻ്റെ ഹെറിഡിറ്ററി അത് ഞാൻ തെളിയിച്ചു കൊടുക്കും. ഞാനും ഒരു വലിയ വാരിയറാണ്. ആ വില്ലന്മാരെ ഞാൻ തന്നെ തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞ് അവൻ ആ വലിയ ചാക്കിൽ പിടിച്ചു വലിക്കുകയാണ്. അവനാണെങ്കിൽ ആ ചാക്ക് വലിച്ചു വലിച്ച് കപ്പലിൻ്റെ അരികിലേക്ക് എത്തിക്കുമ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാരെ കാണുക. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് നമ്മുടെ ആൾക്കാരെ കണ്ട് ഫ്രീസായിട്ട് അങ്ങനെ നിൽക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ നീ എന്താ ചെയ്യണേ ചോദിക്കും. അവനാണെങ്കിൽ ആ ചാക്കിന്റെ മുൻപിൽ കയറി നിന്ന് ആ സ്വാട്സ് അങ്ങനെ മറക്കുകയാണ്. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞ് ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുക്കും. പക്ഷെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവനെ തന്നെ വളരെ സംശയാത്മകമായി അങ്ങനെ നോക്കുകയാണ്. അവനാണെങ്കിൽ വേർക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാർ എന്താ പറയാൻ പോണേന്ന് അവനറിയില്ല. അവനങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ നാമിയാണെങ്കിൽ കാര്യമായിട്ട് മറ്റെന്തോ ചിന്തിക്കുകയാണ്. പയ്യനാണെങ്കിൽ പേടിച്ചങ്ങനെ തല താഴ്ത്തും. നമ്മുടെ ആൾക്കാരും അവനെ ചീത്ത പറയുമെന്ന് ഭയന്ന് അവൻ അങ്ങനെ നിൽക്കുകയാണ്. ഉസോപ്പാണെങ്കിൽ അവനെ നോക്കി ചിരിക്കും. നീ ഈ കപ്പലിൽ കയറിപ്പോയി ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുകയാണല്ലേ? ഞങ്ങൾക്കും ആ വില്ലന്മാരെ കണ്ടുപിടിക്കണമെന്നുണ്ട്. നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്നോടൊപ്പം ഞങ്ങളും ഉണ്ടെന്ന് പറയും. അത് കേട്ട് ആ പയ്യനാണെങ്കിൽ വലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കും. വാവ്, ശരിക്കും ഇങ്ങനെ ഒരു വമ്പൻ ട്വിസ്റ്റ് അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. നിങ്ങൾക്കും എന്നോടൊപ്പം വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് ഇത് വർക്കൗട്ട് ചെയ്യാമെന്ന് പറയും. നാമിക്കും അത് കേട്ട് ഒരുപാട് സന്തോഷം. നാമിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുറപ്പെട്ടു പോകണമെന്ന് പറയും. പക്ഷെ ആ പയ്യനാണെങ്കിൽ തീർത്ത് പറയും, അങ്ങനെയാണെങ്കിൽ ടീമിന്റെ ക്യാപ്റ്റൻ അത് ഞാൻ തന്നെയായിരിക്കും എന്ന് പറയും. അത് നമ്മുടെ ആൾക്കാർ ഓക്കെ പറയും. അവനാണെങ്കിൽ ഹായ് ആയിട്ട് തുള്ളിച്ചാടി ആ കപ്പലിൽ കയറി അങ്ങനെ കപ്പൽ ഓടിച്ചു പോവാണ്. നമ്മുടെ ആൾക്കാർ ഏതെങ്കിലും ജയൻസ് അവിടേക്ക് വന്ന അവരുടെ സഹായത്താൽ ആ കപ്പൽ ഓടിക്കാം എന്നാണ് കരുതിയത്. പക്ഷേ ആ ചിന്ന പയ്യൻ കോളനാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിച്ച് നമ്മുടെ ആൾക്കാരെ കൊണ്ട് തന്നെയാണ് ആ വലിയ കപ്പൽ ഓടിക്കുന്നത്. ലെഫ്റ്റ് പോ, റൈറ്റ് പോ, സ്ട്രെയിറ്റ് പോ എന്നിങ്ങനെ ഇൻസ്ട്രക്ഷൻ അവൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഉസോപ്പിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. നിർത്തടാ, നീ വേണം ഈ കപ്പൽ ഓടിക്കാൻ. ഇത് നിങ്ങളുടെ നാട്ടിലെ കപ്പലല്ലേ, ഇത് ഞങ്ങളെ കൊണ്ട് ഓടിക്കാൻ ഒരുപാട് പ്രയാസമാണെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഗുങ്കോയെ കാണിക്കും. അവളാണെങ്കിൽ മ്യൂസിക് ഒക്കെ കേട്ട് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. അവളുടെ ഓപ്പോസിറ്റുള്ള ബാക്കി രണ്ട് വില്ലന്മാര് അവരാണെങ്കിൽ ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് കൂർക്കം വലിച്ചുറങ്ങും. അങ്ങനെ നമ്മുടെ വില്ലന്മാരാണെങ്കിൽ ഒരു പിക്നിക്കിന് വന്ന ആംബിയൻസോട് കൂടെ അവിടെ റിലാക്സ് ചെയ്യുകയാണ്. ഇവിടെ ഓപ്പോസിറ്റ് ഉള്ളവനാണെങ്കിൽ എന്തോ ഒരു സ്വപ്നം കണ്ട് കിലിങ്ങത്തിന്റെ മോന്തയ്ക്ക് നോക്കി ഒരൊറ്റ ഇടി കൊടുക്കും.
പക്ഷെ ഉറക്കത്തിലായതുകൊണ്ട് കിലിംഗമാണെങ്കിൽ അത് ശ്രദ്ധിക്കുക പോലുമില്ല. അവനാണെങ്കിൽ ഇപ്പോൾ കുങ്കുവെ നോക്കും. നിനക്ക് ഇഷ്ടപ്പെട്ട സോങ് ഏതാണെന്ന് ചോദിക്കും. അതിനവൾ പറയും ന്യൂ വേൾഡ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സോങ്. അതെന്താ നിനക്ക് ന്യൂ വേൾഡിനോട് ഇത്ര ഇഷ്ടം, ഓൾഡ് വേൾഡ് നിനക്ക് ഇഷ്ടമല്ലേന്ന് ചോദിക്കും. കിളിങ്കമാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവനോട് ദേഷ്യപ്പെടും. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവരോട് പെരുമാറാൻ പാടില്ല എന്ന് പറയും. അവനാണെങ്കിൽ സോറി പറഞ്ഞ് തിരിഞ്ഞു നോക്കും. അപ്പോൾ അവർക്ക് കാണാം ആ കുട്ടികളാണെങ്കിൽ നടന്നു പോകുന്നത്. അവനാണെങ്കിൽ ഇപ്പോൾ സോളിന്റെ കഷ്ടപ്പാട് കണ്ട് അവനെ കളിയാക്കി ചിരിക്കും. ആ കുട്ടികളെ അവരെങ്ങനെയെങ്കിലും തിരികെ പിടിക്കാനായിട്ട് ആ മണ്ടൻ പഠിച്ച പണി 18 ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സോളിനെ പരിഹസിക്കും. കട്ട് ചെയ്ത കാടാണെങ്കിൽ കത്തി എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ കുട്ടികളാണെങ്കിൽ ആരുടെയൊക്കെയോ കൺട്രോളിൽ പെട്ട് ഉറക്കം തൂങ്ങി അങ്ങനെ ആ ഒരു വലിയ തീക്ക് നേരെ നടന്നു വരികയാണ്. സോളാണെങ്കിൽ പിടിച്ചു വലിച്ചിട്ടും അവരെ പേര് വിളിച്ചിട്ടും അവർക്ക് യാതൊരു കൂസലുമില്ല. എങ്ങനെയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ 2 പരിചയം എടുത്ത് ഇപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവിടെ സോൾ ആണെങ്കിൽ അവന്റെ തോളിന്റെ മുകളിലുള്ള റോബിനെയും അതുപോലെ തന്നെ ചോപ്പറിനെയും നോക്കും. ഞാൻ വലിയൊരു കൈവിട്ട കളിയാണ് കളിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ എന്നോടൊപ്പം നിന്ന നിങ്ങളും അപകടത്തിൽ വീണു പോവും. സോ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയും. പക്ഷെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ആരോ അതിപ്പോൾ ലക്ഷ്യമാക്കുന്നത് ആ ഒരു വലിയ ഫയറിനെയാണ്. കുട്ടികളും അത് ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവരെത്രയും വേഗം ആ ഫയറിൽ എത്തപ്പെടും. അങ്ങനെ സംഭവിച്ച ഫയറിൽ പെട്ട് ആ കുട്ടികൾ മരിക്കും. അത് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സോളാണെങ്കിൽ 2 കൽപ്പിച്ച ആ കുട്ടികളുടെ മുൻപിൽ കയറി നിൽക്കും. സോളാണെങ്കിൽ ആ ഒരു ഗാർഡും ഷീൽഡൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ആ കുട്ടികളെ തടയാണ്. പക്ഷെ എന്താ, ആ കുട്ടികൾക്ക് ചുറ്റും ഉണ്ടായിരുന്ന മുള്ളുകൾ അത് പരസ്പരം ആ കുട്ടികളെ തന്നെ കുത്തുകയാണ്. അവരാണെങ്കിൽ വേദന കൊണ്ട് കരയുന്നത് കാണുമ്പോൾ സോളിനാണെങ്കിൽ ഭയം തോന്നും. അവൻ ആ ഷീൽഡ് മാറ്റി പുറകിലേക്ക് നടക്കും. അടുത്ത നിമിഷം അവനങ്ങനെ തട്ടി താഴെ വീഴുകയാണ്. സോളിനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായി, അവനെ കൊണ്ട് അവരിപ്പോൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഉടനെ റോബിനാണെങ്കിൽ അവനോട് പറയും ഇങ്ങനെയൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് ക്രിയേറ്റ് ചെയ്ത ആ ഡെവിൾ ഫ്രൂട്ട് യൂസർ അവൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അവനെ കണ്ടെത്തിയാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ കഴിയൂ. അതൊരു നല്ല ഐഡിയ ആണെന്ന് സോളിനും മനസ്സിലാവും. പക്ഷേ അവനെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോളാണെങ്കിൽ കുറച്ചു നേരം അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കും. അതിനുശേഷം റോബിനോട് പറയും അവരെ കണ്ടെത്തുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോഴേക്കും ഈ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിക്കും. ആദ്യം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ തടയാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോൾ അവരുടെ പുറകിലേക്ക് വന്ന് ഒരു കയറെടുത്ത് കറക്കി ഒരു പെൺകുട്ടിയെ അവളെ ലോക്ക് ചെയ്യുകയാണ്. അവൾ മുൻപോട്ടേക്ക് പോകുന്ന ഫോഴ്സിൽ സോളാണെങ്കിൽ അങ്ങനെ കൺട്രോൾ പോയി അവളുടെ മുൻപിലേക്ക് പോവും. പക്ഷെ വിട്ടുകൊടുക്കാതെ സോൾ എങ്ങനെയൊക്കെ പിടിച്ചു വലിച്ച് ആ ഒരു പെൺകുട്ടിയെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണ്. പക്ഷെ ആ സമയം അവിടെ മുഴുവൻ അങ്ങനെ ഡാർക്കായി മാറും. സോളാണെങ്കിൽ പതിയെ തിരിഞ്ഞു നോക്കും. അപ്പോൾ വലിയൊരു മോൺസ്റ്റർ ചെന്നായ അവൻ്റെ തൊട്ടു പുറകിൽ നിൽക്കുകയാണ്, വായിലൂടെ തുപ്പലൊക്കെ ഒഴുക്കിക്കൊണ്ട്. അവനാണെങ്കിൽ സോളിനെ ആഞ്ഞടിക്കും. സോളിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു കയറങ്ങനെ വിട്ടു പോവാണ്. സോൾ ചാടി എഴുന്നേറ്റ് അവനോട് ദേഷ്യപ്പെടും. നിന്നോടിപ്പോൾ ഫൈറ്റ് ചെയ്യാനുള്ള സമയവും സന്ദർഭമൊന്നും എനിക്കില്ല. എനിക്ക് ആ കുട്ടികളെ അവർ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആ കയറ് പിടിക്കാൻ സോളാണെങ്കിൽ പിന്നാലെ ഓടും. റോബിനാണെങ്കിൽ പല്ല് കടിക്കും. നമ്മൾ അന്വേഷിക്കുന്ന ശത്രുക്കൾ അടുത്തെവിടെയോ ഉണ്ട്. നമ്മൾ ഈ കുട്ടികളെ തടയാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയാണ് നമ്മളെ തടയാൻ ഈ ഒരു ചെന്നായെ ഇവിടേക്ക് അയച്ചുവെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ പ്രിൻസിപ്പളും അസിസ്റ്റന്റും അവരാണെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോഴായിരിക്കും അറിയാൻ കഴിയുക അവിടെയുള്ള പല ഗ്രാമങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണെന്ന്. ആ മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ എൽബോ ഫൈലാൻഡ് മുഴുവനായിട്ടും സ്പ്രെഡായി അറ്റാക്ക് ചെയ്യുകയാണെന്ന് അവർ മനസ്സിലാക്കും. പ്രിൻസിപ്പൾ ആണെങ്കിൽ വിളിച്ചു പറയും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്. അതാരാണെന്ന് കണ്ടെത്തി അവനെ തല്ലിക്കൊന്ന ഉറപ്പായാലും ഇത് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ക്യാമറ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ആ ഒരു സ്കെൽട്ടൻ മോൺസ്റ്ററിനെ കാണിക്കും. ഒരുപാട് പേര് ചേർന്ന് അതിൻ്റെ കാലൊക്കെ ലോക്ക് ചെയ്ത് ഒരു വിധത്തിൽ അതിനെ തകർത്ത് താഴെയിടും. അടുത്ത നിമിഷം അവിടേക്ക് ഒരു ഡ്രാഗൺ വന്ന് ലൈറ്റ്നിങ് പവർ അവർക്ക് നേരെ ഉപയോഗിക്കുകയാണ്. സാധാരണ ഡ്രാഗൺസ് ഫയറാണ് ഉപയോഗിക്കുന്നത്. ഇത് അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ലൈറ്റ്നിങ് ആയിരിക്കും ഉപയോഗിക്കുക. അവരാണെങ്കിൽ ഓരോരോ മോൺസ്റ്റേഴ്സിനെ ആയിട്ട് കഷ്ടപ്പെട്ട് പരാജയപ്പെടുത്തി ലോക്ക് ചെയ്യുമ്പോഴേക്കും വീണ്ടും ഡസൻ കണക്കിന് മോൺസ്റ്റേഴ്സ് അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അവിടെ ആളുകൾ നിന്നിട്ടുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കി അവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം അവിടേക്ക് ഒരു കപ്പൽ അങ്ങനെ വന്ന് ലാൻഡ് ആവുകയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടെ ആ കപ്പലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ 2 ജയൻസ് പുറത്തേക്ക് വരും. ഒരാൾ കോടാലിയും ഒരാൾ സ്വാഡും എടുക്കും. വന്നത് മറ്റാരുമല്ല, ഡ്രോഹിയും ബ്രോഹിയും. അങ്ങനെ നായകന്മാരാണെങ്കിൽ ഇപ്പൊ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. 100 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന 2 ബ്രദേഴ്സാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അവരാണെങ്കിൽ അവരുടെ ആയുധങ്ങളെടുത്ത് ഒരൊറ്റ സ്വിങ് മാത്രമായിരിക്കും ചെയ്യുക. അതിൽ അവിടെ ഉണ്ടായിരുന്ന മോൺസ്റ്റേഴ്സുകളെല്ലാം തകർന്ന് താഴെ വീഴും.
അത് കണ്ട് അവരങ്ങനെ അട്ടഹസിച്ച് ചിരിക്കും. അടുത്ത നിമിഷം സ്കോപ്പർ ഗ്യാബൻ ആളാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് മറ്റൊരു എൻട്രി കൊടുക്കുകയാണ്. അതാണെങ്കിൽ വേറെ ലെവൽ എൻട്രി ആയിരിക്കും. ഇനി ആ മോൺസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. താഴെ ഉണ്ടായിരുന്ന ജയൻസ് ആണെങ്കിൽ അവരെ കണ്ട് ഇപ്പോ അവർ ഭയങ്കരന്മാരാണ്, കിങ്കരന്മാരാണെന്നൊക്കെ പറഞ്ഞ് കട്ട സപ്പോർട്ട് കൊടുക്കും. സ്കോപ്പർ ആണെങ്കിൽ ഹായ് ആയിട്ട് ഇപ്പൊ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.